ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒരിക്കൽ ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്ന ഒരു ദൈവവിശ്വാസി ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എനിക്ക് നീ തന്ന എൻ്റെ ഈ കുരിശ് എനിക്ക് വലിയ ഭാരമാണ്. ഇത് വഹിക്കുവാൻ കഴിയുന്നില്ല. എനിക്കിത് മാറ്റി മറ്റൊന്ന് തരണം. കരുണാനിധിയായ ദൈവം അവളോട് പറഞ്ഞു, മകളെ, നിൻ്റെ കുരിശ് ഭാരമുള്ളതാണെന്ന് എനിക്കറിയാം. നിൻ്റെ അപേക്ഷ ഞാൻ കേട്ടു. നിൻ്റെ കുരിശ് ആ പെട്ടിയിലിടൂ. അവിടെ പലരുടെ കുരിശുകളാണ് കിടക്കുന്നത്. നിൻ്റെ ഇഷ്ടം പോലെ വേറൊന്ന് എടുത്തുകൊള്ളൂ. ആ സ്ത്രീക്ക് വലിയ സന്തോഷമായി. പെട്ടെന്ന് അവരുടെ കുരിശ് ആ പെട്ടിയിലിട്ടു. അവൾ വലിയ പ്രതീക്ഷയോടുകൂടെ അന്വേഷിക്കാൻ തുടങ്ങി. പരിശോധിച്ചപ്പോൾ ആ പെട്ടിയിലുള്ള കുരിശുകളെല്ലാം തന്നെ വലിയ ഭാരമുള്ളവയാണ്. എങ്കിലും അവൾ അന്വേഷണം തുടർന്നു. വളരെ സമയത്തെ തിരച്ചിലിന് ശേഷം അവൾ ആ കുരിശ് അതിൽ നിന്ന് എടുത്തു. ചിരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, മകളെ, നീ ഇപ്പോൾ എടുത്തത് നിൻ്റെ കുരിശ് തന്നെയാണ്. കാരണം അതാണ് ഏറ്റവും ഭാരം കുറഞ്ഞത്. മനുഷ്യ ജീവിതം കടമകളും ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞതാണ്. പലപ്പോഴും നമ്മുടെ ജീവിത ഭാരങ്ങൾ കൂടിപ്പോകുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ മറ്റു പലരുടെയും ഭാരവും പ്രയാസവും സങ്കടവും അറിയുമ്പോൾ ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ മാത്രമേ ഹെലൻ റൈസിനെ പോലെ എൻ്റെ കുരിശ് ഭാരമില്ലാത്തതാണ്, എൻ്റെ പാത പരിപരുത്തതല്ല, കാരണം എൻ്റെ വഴിയിൽ ദൈവം എന്നോട് കൂടെ നടക്കുന്നു എന്ന് പാടുവാൻ കഴിയും. ക്ലേശങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഈ ലോകജീവിതം ഭാരമായി അനുഭവപ്പെടുമ്പോൾ, യേശുവിനെ അനുഗമിക്കുന്നത് ദുഷ്കരം എന്ന് തോന്നുമ്പോൾ നാം എന്ത് ചെയ്യണം എന്ന് കർത്താവ് നിർദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് ക്രിസ്തു തന്നെ നമ്മോട് അറിയിക്കുന്നുണ്ട്. പക്ഷേ ഭയപ്പെടാതെ അത് നേരിടുവാൻ ലോകത്തെ ജയിച്ചവനായ കർത്താവ് നമ്മെ ഉപദേശിക്കുന്നു. കഷ്ടപ്പാടുകൾ നേരിടുവാനും സഹിക്കുവാനുള്ള കഴിവ് നമുക്ക് ദൈവം പ്രദാനം ചെയ്യുന്നു. നിരാശയിൽ നിന്ന് തന്നെ ഉയർത്തിയെടുത്ത് പ്രത്യാശയിൽ നിർത്തിയത് ക്രിസ്തുവിൻ്റെ കുരിശാണ് എന്നത്രേ ലോകപ്രസിദ്ധനായ സാധു സുന്ദർ സിംഗ് പ്രഖ്യാപിച്ചത്. യേശു ക്രിസ്തുവിന് വേണ്ടി പീഡനം സഹിക്കേണ്ടി വന്നാൽ അതൊരു പ്രത്യേക സന്തോഷമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണിതനായ പരദേശി വലിയ ഭാരവും വഹിച്ചുകൊണ്ട് തളർന്നപ്പോൾ ഭാരമിറക്കി വയ്ക്കുവാൻ കണ്ട സ്ഥലം ക്രിസ്തുവിൻ്റെ കുരിശായിരുന്നു. ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കുവാനില്ല എന്ന് വിശുദ്ധ പൗലോസും നമ്മോട് പറയുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ നാളുകളിൽ നാം ഈ കേട്ടതായ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ എന്ന് ശോധന ചെയ്യുവാനും നമ്മുടെ കുറവുകളെയൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയുവാനും നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏറ്റവും വിനയത്തോടെ അടുത്ത് ചെല്ലുവാനും അവൻ്റെ കുരിശ് സന്തോഷത്തോടെ വഹിക്കുവാനും നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏറി വരുമ്പോൾ കർത്താവെ, പെറുപിറുപ്പ് കൂടാതെ സന്തോഷത്തോടുകൂടെ ക്രൂശ് വഹിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.